നീറ്റ് 2024-ൽ വിജയകരമായ റിസൾട്ട് കരസ്ഥമാക്കിയ സുഹൈല ടി ആണെന്ന് നമ്മളോട് കൂടിയുള്ളത്. അപ്പോൾ ആ വിജയത്തിന്റെ കൊച്ചു വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എത്രയുണ്ട് സുഹൈല സ്കോർ? 692. വീട് എവിടെയാണ്? എന്റെ വീട് കോതമംഗലത്താണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഈ വിജയത്തിലേക്കുള്ള യാത്രയെ പറ്റി ഒന്ന് പറയാമോ? എല്ലാം ബ്രില്യൻറ്റിന്റെ സപ്പോർട്ടും കൊണ്ടാണ്. ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റീസ്, പിന്നെ എല്ലാം ക്ലാസ്സസ് എല്ലാം ഭയങ്കര നല്ല ക്ലാസ്സുകൾ തന്നെയായിരുന്നു. എല്ലാ ക്ലാസ്സുകളൊന്നും ഒരിക്കലും സാർമാർ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാം നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ ക്ലാസ്സിലിരുന്നത്. നല്ല ഫണ്ണി ആൻഡ് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു എല്ലാം. അതൊക്കെ തന്നെയാണ്. പിന്നെ അവിടുത്തെ റെഫറൻസ്, ഹോസ്റ്റൽ, റൂംമേറ്റ്സ് എല്ലാം. ഏത് ബാച്ച് ആയിരുന്നു? ഞാൻ P3 ബാച്ചിലായിരുന്നു. B3 ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിരുന്നു അല്ലേ? ഓക്കെ. ഏതായിരുന്നു ഹോസ്റ്റൽ? ഏതായിരുന്നു? ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റൽ. ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിൽ ഉണ്ടായ എന്തെങ്കിലും രസകരമായ അനുഭവം പറയാമോ? എൻ്റെ ഹോസ്റ്റലിൻ്റെ റൂംമേറ്റ്സ് ഒക്കെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ഹോസ്റ്റലിൽ. ഇപ്പൊ സങ്കടം വന്നാലൊക്കെ ആശ്വസിപ്പിക്കാനും പിന്നെ മാർക്ക് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ റൂംമേറ്റ്സ് എപ്പോഴും കൂടി ഉണ്ടായി. എനിക്ക് പറ്റുന്ന ടൈപ്പ് റൂംമേറ്റ്സിനെ തന്നെ എനിക്ക് കിട്ടിയത്. വീട്ടിലെ ഡോക്ടേഴ്സ് ആദ്യത്തെ ഡോക്ടറാണോ? അല്ല, കസിൻസ് ഉണ്ട് ഇവിടെ തന്നെ പഠിച്ചത്. എന്ത് പേരൻസിന് എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? സന്തോഷം. മോളുടെ ഇത്രയും വലിയ റാങ്ക് കിട്ടിയതിൽ സന്തോഷം. ബ്രില്യന്റിനോടും ബ്രില്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സും ഞങ്ങളുടെ മിസ് നൈന മിസ്സിനോടും ക്ലാസ് ടീച്ചേഴ്സ് സാറുമാരോടും എല്ലാവരോടും മിസ്സുമാരോടൊക്കെ ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു. വാപ്പച്ചിക്ക് എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ഒരു സർക്കാർ കോളേജിൽ ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടായിരുന്നു, അത് കിട്ടുന്ന പ്രതീക്ഷിക്കണം. പിന്നെ ബ്രില്യൻ്റ് ആണെങ്കിലും നല്ല സഹകരണത്തോടുകൂടി പിള്ളേർക്ക് ഒരു വലിയ ടെൻഷൻ ഇല്ലാതെ അത് ഒഴിവാക്കുന്ന രീതിയിലുള്ള സമീപനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. പിള്ളേർക്കൊരു ധൈര്യം കൊടുക്കണ്ട. കിട്ടിയത് പിന്നെ നമ്മുടെ ആഗ്രഹം പോലെ ഒരു സർക്കാർ കോളേജിൽ കിട്ടി, അതിൽ സന്തോഷം. ഏതാ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏതാ? എനിക്ക് കോഴിക്കോട് പഠിക്കണമെന്നാണ് ആഗ്രഹം. കോഴിക്കോട് പഠിക്കണമെന്നാണ് അല്ലേ? ഇപ്പൊ സ്റ്റഡി പ്ലാൻ ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റഡി പ്ലാൻ ഞാനൊരു 6-7 മണിക്കൂറൊക്കെ ഉറങ്ങും. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ വീക്ക്ലി എക്സാം, മോഡൽ എക്സാം ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മോഡൽ എക്സാം റിവൈസ് ചെയ്യാനൊക്കെ നന്നായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും റാങ്ക് ലിസ്റ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ നോക്കാമായിരുന്നു. പിന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ നയന മിസ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കോർഡിനേറ്റർ ബിജു സാറ്, ഹോസ്റ്റൽ വാർഡൻ സ്നേഹ മിസ്സും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ. വീക്ക്ലി എക്സാമിനും ഇതുപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇത്രയൊക്കെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു? വീക്ക്ലി എക്സാമിന് കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാതെ ഇടയ്ക്ക് കൂടും കുറഞ്ഞൊക്കെ വരാറുണ്ട്. മോഡൽ എക്സാമിന് ആയപ്പോഴും കൂടിയും കുറഞ്ഞൊക്കെ വരും. പിന്നെ ഇത്തവണ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരു മാർക്കിന് തന്നെ നല്ല റാങ്ക് വേരിയേഷനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ വർഷത്തെ ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾ മോഡൽ എക്സാം എഴുതിയപ്പോൾ തന്നെ. അപ്പൊ ഇനി വരാൻ പോകുന്ന നീറ്റ് 2025 വിദ്യാർത്ഥികളോട് എന്താ പറയാനുള്ളത്? നന്നായി പഠിക്കുക. ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് തന്നെ ഫോളോ ചെയ്ത് അവരുടെ ക്ലാസ്സുകളൊക്കെ നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അവർ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ എന്തായാലും നല്ലൊരു കോളേജിൽ നല്ലൊരു മാർക്ക് നേടി വിജയിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.